ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. 1995 റിലീസായ ഒരു കിടിലൻ സീൻ പടമാണ് ഫെയർ ഗെയിം. ഈ ചിത്രത്തിൻ്റെ ഒരു ചെറിയ കഥ വിശദീകരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കേറ്റ് എന്നാണ് ചിത്രത്തിലെ കഥാനായികയുടെ പേര്. അവൾ ഒരു വക്കീലാണ്. ഒരിക്കൽ ഹീറോയിൻ ഒരു കേസ് അറ്റൻഡ് ചെയ്യുകയാണ്. ഒരു വിവാഹമോചന കേസിൻ്റെ സമയം ജീവനാംശം നേടിക്കൊടുക്കുക എന്നതായിരുന്നു ഹീറോയിൻ്റെ ദൗത്യം. തുടർന്ന് കേസിൻ്റെ ഭാഗമായി ഹീറോയിൻ ഒരു അന്താരാഷ്ട്ര കള്ളപ്പണക്കാരനുമായി കൊമ്പ് കോർക്കാൻ ഇടയാകുന്നു. അതേ തുടർന്ന് ഹീറോയിൻ്റെ വിരോധികളായ അവർ അവളെ ആക്രമിക്കുന്നു. തുടർന്ന് പോലീസ് ഓഫീസറും ഹീറോയിൻ്റെ ഫ്രണ്ടുമായ മാക്സ് അവളുടെ രക്ഷകനായി എത്തി. തുടർന്ന് ഹീറോയിൻ്റെ സംരക്ഷണത്തിനായി മാക്സ് അവളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നു. പക്ഷേ എതിരാളികൾ അവരെ പിന്തുടർന്ന് പോവുകയും ഹീറോയുടെ സഹപ്രവർത്തകരെ വകവരുത്തി ഹീറോയിനെ അവർ ഒരു ഹോട്ടലിൽ വെച്ച് വീണ്ടും ആക്രമിക്കാനായി എത്തി. പക്ഷേ അവിടെ നിന്നും ഹീറോയിനെ അവൻ രക്ഷപ്പെടുത്തുന്നു. ഇതിനിടയിൽ മാക്സുമായി അവൾ തീവ്രമായ പ്രണയത്തിലാകുന്നു. അതേ തുടർന്ന് അവർക്കിടയിൽ തകർപ്പൻ പരിപാടികൾ പതിവായി നടക്കാൻ തുടങ്ങി. തുടർന്നും വില്ലന്മാരിൽ നിന്നും അവൾക്ക് ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ശേഷം അടി, വെടി, പുക, പിന്നെ കളിയും അവരുടെ ജീവിതത്തിൽ ഒരു ദിനംപ്രതിയായി നടക്കാൻ തുടങ്ങി. ശേഷം വില്ലന്മാർക്ക് ഹീറോയിനോടുള്ള ഈ വൈരാഗ്യത്തെക്കുറിച്ച് ഹീറോ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഹീറോയിൻ്റെ കേസിലെ വാദിയായ വില്ലൻ്റെ ഭാര്യ അവളുടെ വിവാഹമോചനത്തിൽ നിന്നും അവൾക്ക് കിട്ടാനുള്ള പണം തിരികെ വാങ്ങാനായി ഹീറോയിനെ സമീപിക്കുകയാണ്. ആ പണം തിരികെ വാങ്ങിക്കൊടുക്കാനായി അയാളുടെ കോടിക്കണക്കിന് വിലയുള്ള ചരക്ക് കപ്പൽ തന്നെ തിരിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നു. അതിനാലാണ് അവർ ഹീറോയിനെ വകവരുത്താനായി വെറിപിടിച്ച് നടക്കുന്നതെന്ന് ഹീറോ മനസ്സിലാക്കിയെടുക്കുന്നു. ഇതിനിടെ ഹീറോയിനും മാക്സും കാർ യാത്രക്കിടയിൽ എതിരാളികളെ നേരിടാൻ തുടങ്ങി. ആ കാർ ചേസിങ്ങിൽ ഭയന്നുപോയ ഹീറോയിൻ ഇനി മാക്സിനും കൂടി താനൊരു ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി അവൾ അവനോട് പോലും പറയാതെ അവനിൽ നിന്നും അകന്നു പോകുന്നു. അങ്ങനെ ഹീറോയിൻ ഒരു ട്രെയിനിലേക്ക് ഓടിക്കയറി. പക്ഷേ ഹീറോ അവളെ പിന്തുടർന്നു പോയി ആ ട്രെയിനിൽ കയറുകയും അവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്തു. ശേഷം ആ വഴക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് അവർ ഒരു തകർപ്പൻ പരിപാടി തന്നെ നടത്തി പിണക്കം മാറ്റുന്നു. പക്ഷേ വില്ലൻ്റെ ശിങ്കിടികൾ ആ ട്രെയിനിൽ കയറിപ്പറ്റുകയും ഹീറോയെ അടിച്ചു വീഴ്ത്തി അവർ ഹീറോയിനെ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ കില്ലാടിയായ ഹീറോ ഹീറോയിനെ രക്ഷിച്ച് ആ രണ്ട് ശിങ്കിടികളെയും വകവരുത്തുന്നു. തുടർന്നെല്ലാം അവസാനിപ്പിക്കാനായി കസാക്ക് എന്ന മെയിൻ വില്ലൻ്റെ അടുത്തേക്ക് അവർ പോകാനായി തീരുമാനിച്ചു. അയാളുടെ ചരക്ക് കപ്പലിൽ കയറിയ ശേഷം അവർ രണ്ടുപേരും ചേർന്ന് അവനെ വകവരുത്തി. തുടർന്ന് അവൻ്റെ കപ്പൽ തകർത്ത് അത് പൊട്ടിത്തെറിപ്പിച്ച് അവർ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. കപ്പൽ മുങ്ങുന്നത് അവർ കാണാൻ നിൽക്കാതെ സ്വന്തം ജീവൻ രക്ഷിക്കാനായി അവർ മറ്റൊരു ബോട്ടിലേക്ക് കയറിപ്പറ്റി. ശേഷം എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച സന്തോഷത്തിൽ അവർ ചുംബിക്കാൻ തുടങ്ങി. തുടർന്ന് അതൊരു തകർപ്പൻ സംഗതിയിലേക്കും വഴിമാറുന്നു. ആ സീനോടെ ഈ ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പൂർണ്ണമായും അടിയും വെടിയും ഒപ്പം തകർപ്പൻ പരിപാടികൾ നിറച്ച ഒരു ചിത്രമാണ് ഫെയർ ഗെയിം. ഈ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ. ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.